ഇവിടെ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ മാസ്കും വാങ്ങിച്ച് സ്ഥലം വിട്ടുപോയി എന്നുള്ളതാണ്. അവരുടെ ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് സഹകരിക്കണം എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ജോലി ചെയ്യുന്ന നാടല്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അവർ മാസ്കും ഗ്ലൗസും വാങ്ങിച്ചതിന് ശേഷം അവിടെ നിന്നും കടന്നു പോവുകയാണ് ഉണ്ടായത്. വെള്ളപ്പൊക്കത്തിൽ നാശമുണ്ടായ പത്തനംതിട്ട റാന്നി ഇട്ടിയപ്പാറയിൽ വെള്ളമിറങ്ങിയ ശേഷം ഇപ്പോൾ ക്ലീനിംഗ് വർക്കുകൾ നടക്കുകയാണ്. ഇവിടെ എല്ലാം ശുചിയാക്കുകയാണ്. റാന്നി MLA പഴകുളം മധു ഇവിടേക്ക് എത്തി ഇതിന് നേതൃത്വം നൽകുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം, അദ്ദേഹം കൈലിയും ടീഷർട്ടും ഒക്കെ ഇട്ട്, കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് ഒരു ചൂലൊക്കെയുമായി ഇവിടെ വൃത്തിയാക്കുകയാണ്. ടൺ കണക്കിന് മാലിന്യമാണ് ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇട്ടിയപ്പാറ സ്റ്റാൻഡിൽ അവശേഷിക്കുന്നത്. അത് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. കാരണം അതിനെയും ക്ലീൻ ചെയ്ത് മാറ്റുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ്. 2018 മഹാപ്രളയത്തിൽ ചെളിയായിരുന്നു ഇവിടെ അടിഞ്ഞുകൂടിയിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കാണാൻ സാധിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. ഒപ്പം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഈ വെള്ളത്തിൽ പെട്ട് പുറത്തേക്ക് പോയിട്ടുള്ള മറ്റ് സാധന സാമഗ്രികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇട്ടിയപ്പാറ ഈ പരിസരം മുഴുവൻ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇരുവശങ്ങളിലുമായി നൂറുകണക്കിന് വ്യാപാര സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യുന്നതിനായിട്ട് ധാരാളം ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തിയിരുന്നു. അവർക്ക് ഗ്ലൗസും ഒപ്പം തന്നെ മാസ്കും ഒക്കെ വിതരണം ചെയ്തിരുന്നു. പക്ഷേ അവർ ആദ്യം തെറ്റിദ്ധരിച്ചു, തങ്ങളെ ജോലിക്കായിട്ട് അല്ലെങ്കിൽ പണം കൊടുത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടേക്ക് വിളിച്ചു വരുത്തിയതെന്ന്. പക്ഷേ ഇതൊരു സേവനമാണ്. ഇവിടെ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ മാസ്കും വാങ്ങിച്ച് സ്ഥലം വിട്ടുപോയി എന്നുള്ളതാണ്. അവരുടെ ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് സഹകരിക്കണം എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ജോലി ചെയ്യുന്ന നാടല്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അവർ മാസ്കും ഗ്ലൗസും വാങ്ങിച്ചതിന് ശേഷം അവിടെ നിന്നും കടന്നു പോവുകയാണ് ഉണ്ടായത്. MLA, ഇതിപ്പോൾ എത്രമാത്രം റിസ്ക് ആണിത്? എങ്ങനെയാണ്? നല്ല റിസ്ക്കാണ്. നമ്മളിത് ഇറങ്ങിയിട്ട് പോലും ആരും അങ്ങനെ പൂർണ്ണമായി സഹകരിക്കുന്നില്ല. പക്ഷേ എന്തായാലും ഇത് നീക്കം ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇത് നീക്കം ചെയ്യും, കംപ്ലീറ്റ് നീക്കം ചെയ്യും. എന്തുകൊണ്ടാണ് സഹകരണം പെട്ടെന്ന് കിട്ടാത്തത്? അല്ലല്ല, അത് പിന്നെ ഇവിടെ നിൽക്കുന്നവരെല്ലാം ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അവർക്കൊക്കെ രാവിലെ തൊഴിലിന് പോകാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കും. നമ്മുടെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഹരിത കർമ്മസേന വരും, എല്ലാവരും സഹകരിക്കുന്നത്. രാവിലെ തന്നെ റാന്നി MLA ഈ ഭാഗത്തേക്ക് എത്തി ഇവിടെ ഇട്ടിയപ്പാറയിൽ ക്ലീനിംഗ് പ്രവർത്തനം നടത്തുകയാണ്. ഇനിയുള്ള നിമിഷങ്ങളിൽ കൂടുതൽ ആളുകൾ എത്തും എന്നാണ് ഇപ്പോൾ MLA പറയുന്നത്. ഹരിത കർമ്മസേന അംഗങ്ങളൊക്കെ ഇവിടേക്ക് എത്തും. നമുക്കിപ്പോൾ കാണാം, ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻവശമെല്ലാം ഇപ്പോൾ ക്ലീൻ ചെയ്യുകയാണ്. കടകളിൽ നിന്നും ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് വ്യാപാരികളും അവരുടെ കടയിലുള്ള മറ്റ് ജീവനക്കാരും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു ക്ലീനിംഗ് പ്രവർത്തനം നടത്തുന്നത്. പക്ഷേ അത് വലിയ വെല്ലുവിളി തന്നെയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഒരു ഭാരിച്ച ജോലി തന്നെയാണ്. അതെ 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 തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ആളുകൾ വരണമെന്നൊരു ആഗ്രഹം ഉണ്ടോ നിങ്ങൾക്ക് സഹകരിക്കണമെന്ന്? തഹസിൽദാറുണ്ട്, തഹസിൽദാറിനോട് സംസാരിക്കാം. തഹസിൽദാർ നമ്മോടൊപ്പം ഉണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ്, കൂടുതൽ ആളുകൾ എത്തുമോ ക്ലീൻ ചെയ്യാൻ? ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ള ആൾക്കാർ എല്ലാ ഉപകരണങ്ങളും സഹിതം അവർ 8 മണിയാകുമ്പോൾ ഡ്യൂട്ടി തുടങ്ങും. അതിന് മുന്നോടിയായിട്ട് ഇവിടെ നമുക്ക് കുറച്ച് അതിഥി തൊഴിലാളികളെ കിട്ടിയിട്ടുണ്ട്. അവർ സഹായിക്കാമെന്ന് പറയുന്നതുകൊണ്ടാണ്. അവരോട് പറഞ്ഞപ്പോൾ അവർ ഗ്ലൗസും മാസ്കും വാങ്ങിച്ചിട്ട് അവർ സ്ഥലം വിട്ടു. അതെ അതെ, ഗ്ലൗസും മാസ്കും എല്ലാം കൊടുക്കാൻ പറഞ്ഞു. അത് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് മേടിച്ചുകൊണ്ട് അവർ വീട്ടിൽ പോയി. കൂലി ചോദിച്ചു. അവർ അമിതമായി കൂലി ചോദിക്കുകയാണ്. അവർക്കെല്ലാം പണിയാൻ വേണ്ടി വന്ന് നിന്ന ആൾക്കാരാണ്. പക്ഷെ അവരെല്ലാം കൂലി ചോദിക്കുകയാണ്. പെട്ടെന്ന് കൂലി ചോദിക്കാനോ പെട്ടെന്ന് അങ്ങനെ കൊടുക്കാനോ ഒരു സേവനമായിട്ട് മാത്രമേ നമുക്ക് കണക്കാൻ പറ്റുള്ളൂ. വർഷങ്ങളായിട്ട് നമ്മൾ ഇത് റാന്നി അനുഭവിക്കുന്ന ഒരു ദുരന്തം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതായത് വിവിധ ആളുകൾക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മുഴുവൻ മലിനമായി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അതായത് നമ്മളിപ്പോൾ കുറേ 8-9 ക്യാമ്പുകളാണ് നമ്മളിവിടെ തുടങ്ങിയിട്ടുള്ളത്. കൂടാതെ തന്നെ പല വീടുകളിലും ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കിതിനൊരു ലൈസനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഫയർഫോഴ്സിലുമുണ്ട്, പോലീസിലുമുണ്ട്. അവരാണ് മെഡിക്കൽ ഓഫീസറിലേക്ക് ചെന്നിട്ട് പ്രതിരോധ മരുന്നുകൾ മേടിച്ചിട്ട് ഓരോ സ്ഥലങ്ങളും എത്തിക്കുന്നത്. പോലീസ് വാഹനത്തിലും ഫയർഫോഴ്സിൻ്റെ വാഹനത്തിലുമാണ് എത്തിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഫയർഫോഴ്സ് ഒരു മാസീവായിട്ട് 3-4 സ്ഥലങ്ങളിലേക്കുള്ള മരുന്ന് മേടിച്ചുകൊണ്ട് പോയി. അപ്പം ഇതിന് അലർജറ്റിക് ആയിട്ട് എന്തെങ്കിലും അസുഖമുള്ളവർക്ക് അത് ഡോക്ടറുടെ സേവനത്തോടു കൂടിയേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതുള്ളവർക്ക് അതിനുവേണ്ടി മെഡിക്കൽ ഓഫീസർ അവിടെ ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേക സജ്ജീകരണങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നാൽ മതി, ആളുടെ പേര് പറഞ്ഞാൽ അപ്പം തന്നെ എല്ലാ മരുന്നും കൊടുക്കും. ക്യാമ്പാണെങ്കിൽ ക്യാമ്പിലേക്കുള്ള മരുന്ന് മൊത്തത്തിൽ കൊടുക്കും. അങ്ങനെ പോലീസിലും ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിച്ചിട്ടുണ്ട്, ഫയർഫോഴ്സിലും ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിച്ചിട്ടുണ്ട്. അവരാണിപ്പോൾ ഇത് കളക്ട് ചെയ്യുന്നത്. തഹസിൽദാറാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ അത് ഊർജിതമാക്കും. ഒപ്പം തന്നെ ഈ മാലിന്യങ്ങൾ, കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളിലേക്കും പോകും എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ പറയുന്നത്. ഇനിയും കൂടുതൽ ആളുകൾ റാന്നിയിലേക്ക് എത്തും. എല്ലാവരും ചേർന്ന് സഹകരിച്ചുകൊണ്ട് റാന്നി ഇട്ടിയപ്പാറയിൽ ഈ കെട്ടിക്കിടക്കുന്ന മാലിന്യം മുഴുവൻ നീക്കം ചെയ്യും എന്നാണിപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.